ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു അനൂസ് എഡ്യു ഹബ്. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്ലിംസസ് ഓഫ് എമിറേറ്റ്സ് എന്ന ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. ലെറ്റ് സ്റ്റാർട്ട്. എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ബുക്സ് ഉണ്ടല്ലോ? ഓക്കെ ദെൻ. ഫസ്റ്റ് ആക്ടിവിറ്റി, പിക്ക് ഔട്ട് സെൻറ്റൻസസ് റിലേറ്റഡ് ടു ദ ഫോളോയിങ് പിക്ചേഴ്സ് ഫ്രം ദ പാസേജ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. അതായത് ഈ തന്നിരിക്കുന്ന പിക്ചേഴ്സ് എന്തൊക്കെയാണ്? ബുർജ് ഖലീഫയുണ്ട്. സെക്കൻഡ് പിക്ചർ എന്താണ്? ബുർദുബായ് ലേക്ക് റൈഡാണ് അല്ലേ. നെക്സ്റ്റ് വരുന്നത് വേൾഡ്സ് ലാർജസ്റ്റ് സോളാർ പവർ പ്ലാന്റ്. ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ ടെക്സ്റ്റ് ബുക്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിലുള്ളതുപോലെ ഈ ചാപ്റ്ററിലുള്ളതുപോലെ നമ്മൾ ഈ താഴെ തന്നിരിക്കുന്ന വരികളിൽ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പിക്ചർ ബുർജ് ഖലീഫ. I was able to view the imposing Burj Khalifa, the tallest building in the world. ടെക്സ്റ്റിൽ ബുർജ് ഖലീഫയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഈ വരികളാണ്. നെക്സ്റ്റ്, ബുർദുബായ് ലേക്ക് റൈഡ്. എ ബോട്ട് റൈഡ് അറ്റ് ബുർദുബായ് ലേറ്റ് ഇൻ ദ ഈവനിങ് വാസ് എ ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ്. നെക്സ്റ്റ് വന്നിട്ട് നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റ്. ഇറ്റ് വാസ് ദ എൻട്രൻസ് ടു ദ നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റ്. It is the largest single-site solar power plant in the world, producing a stupendous 1.2 gigawatt of power. Next, activity 2. Sarah is guiding her friend Miri, who is not familiar with the locality, on how to reach her school. അതായത് സാറയുടെ ഫ്രണ്ട് മിരിക്ക് സ്കൂളിലേക്കുള്ള വഴി അറിയത്തില്ല, കറക്റ്റ് ലൊക്കേഷൻ അറിഞ്ഞൂടാ. അത് ഗൈഡ് ചെയ്യുന്നതാണ് അടുത്ത ആക്ടിവിറ്റി. അതായത് അവർ തങ്ങളുള്ള കോൺവെർസേഷൻ, സാറയും മിരിയും തങ്ങളുള്ള കോൺവെർസേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. റീഡ് ദ കോൺവെർസേഷൻ. മിരി: ഹേ സാറ, ഡു യു നോ ഹൗ ടു ഗെറ്റ് ടു മൈ സ്കൂൾ? ടൗൺ മോഡൽ സ്കൂൾ. അപ്പം മിരി സാറയോട് ചോദിക്കുകയാണ്, എൻ്റെ സ്കൂള് ടൗൺ മോഡൽ സ്കൂള്, അങ്ങോട്ടേക്ക് പോകേണ്ട വഴി അറിയാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദെൻ സാറ സെഡ്, യു ഹാവ് നെവർ ഗോൺ ടു സ്കൂൾ ഫ്രം ഹിയർ, ഹാവ് യു? അപ്പം സാറ ചോദിക്കുകയാണ്, ഇവിടുന്ന് ഇതുവരെ സ്കൂളിലേക്ക് പോയിട്ടില്ല അല്ലേ? ദെൻ മിരി സെഡ്, നെവർ. ഹൗ ഷുഡ് ഐ ഗെറ്റ് ദെയർ? ഓൺ ഫുട്ട് ഓർ ടേക്കിംഗ് എ ബസ്? അപ്പം മിരി ചോദിക്കുകയാണ്, ഇല്ല, ഒരിക്കലും ഇല്ല. എങ്ങനെയാണ് ഞാൻ അവിടെ പോവേണ്ടത്? നടന്നാണോ അതോ ബസ് പിടിച്ചു പോകണോ? ദെൻ സാറ സെഡ്, വൈ ഡോണ്ട് യു വാക്ക്? ഇറ്റ്സ് ഫൺ. ഇപ്പം സാറ പറഞ്ഞു, നിനക്കെന്ത് നടന്നൂടാ? നല്ല രസമായിരിക്കും. Then Miri said, cool. So how do we get there? Then Miri said, okay, cool. എങ്ങനെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് എത്തുന്നത്? Then Sarah said, all right, listen. This lane joins Beach Road. Walk along Beach Road till you come to the big green sign for Tuval Theeram Road. This Sarah said. Sarah പറഞ്ഞു, all right, ശ്രദ്ധിച്ചു കേൾക്ക്. ഈ ലൈൻ നമ്മളിപ്പോൾ നടക്കുന്ന ലൈന് ബീച്ച് റോഡിലേക്കാണ് ജോയിൻ ആവുന്നത്. വാക്ക് എലോങ് ബീച്ച് റോഡ്. ആ ബീച്ച് റോഡിൽ കൂടെ നടക്കുക. ടിൽ യു കം ടു ദ ബിഗ് ഗ്രീൻ സൈൻ ഫോർ തൂവൽ തീരം റോഡ്. തൂവൽ തീരം റോഡിലേക്ക് ഉള്ള ഒരു സൈൻ ബോർഡ് കാണുക. അതൊരു വലിയൊരു ഗ്രീൻ സൈൻ ബോർഡാണ്. അപ്പോൾ ഈ ബീച്ച് റോഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സൈൻ ബോർഡ് കാണും, തൂവൽ തീരം റോഡ് എന്നുള്ള. എവറിത്തിങ് ക്ലിയർ സോ ഫാർ? ഇതുവരെ എല്ലാം ശരിയാണല്ലോ? ദെൻ മിരി സെഡ്, ഗോട്ട് ഇറ്റ്. ബീച്ച് റോഡ്, ഗ്രീൻ സൈൻ, തൂവൽ തീരം റോഡ്. സേറ, എക്സാക്ട്ലി. ടേൺ ലെഫ്റ്റ് ആൻഡ് കീപ് ഗോയിങ് ഫോർ അബൌട്ട് 200 മീറ്റർ. ദെൻ സേറ സെഡ്, എക്സാക്ട്ലി, ശരി, കറക്റ്റ്. എന്നിട്ട് അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിയണം. ഗോയിങ് ഫോർ അബൌട്ട് 200 മീറ്റർ. 200 മീറ്റർ പോയിട്ട് ലെഫ്റ്റിലേക്ക് തിരിയണം. ദെൻ ടേൺ ലെഫ്റ്റ് അഗെയിൻ ഓൺ ടു അങ്കമാടി റോഡ്. എന്നിട്ടോ അങ്കമാടി റോഡിലേക്ക് കയറാനായിട്ട് പിന്നെയും ലെഫ്റ്റ് കയറണം. മിരി, റൈറ്റ്. വാട്ട്സ് നെക്സ്റ്റ്? അടുത്തെന്താണ്? ദെൻ സാറ സെഡ്, വാക്ക് പാസ് ദ പോസ്റ്റ് ഓഫീസ് ആൻഡ് ദ പാർക്ക്. ഇറ്റ്സ് എ നൈസ് സ്ട്രോൾ. ദെൻ സാറ പറഞ്ഞു, എന്നിട്ട് അവിടെ നമ്മൾ അങ്ങനെ നടക്കുമ്പോൾ നമ്മളൊരു പോസ്റ്റ് ഓഫീസും കഴിഞ്ഞ് പാർക്കും കഴിഞ്ഞ് നടക്കണം. നല്ലൊരു സ്ട്രോളാണ്, നല്ല ഒരു കാര്യമാണ്, നല്ലൊരു യാത്രയാണ്. ദെൻ മിരി സെഡ്, ദാറ്റ് ഈസ് വണ്ടർഫുൾ. വാട്ട് കം ആഫ്റ്റർ ദാറ്റ്? ദെൻ മിരി പറഞ്ഞു, അത് കൊള്ളാമല്ലോ, അത് കഴിഞ്ഞിട്ട് എന്താ വരുന്നത്? Then Sarah said,
ടേൺ ലെഫ്റ്റ് ഓൺ ടു റെയിൽവേ സ്റ്റേഷൻ റോഡ്. അവിടെ നിന്ന് അതായത് ഈ പോസ്റ്റ് ഓഫീസും പാർക്കും കഴിയുമ്പം ലെഫ്റ്റിലേക്ക് ഒരു ടേൺ കാണും, ഒരു റോഡ് കാണും. ടേൺ ലെഫ്റ്റ് ഓൺ ടു റെയിൽവേ സ്റ്റേഷൻ റോഡ്. കീപ് ഗോയിങ് സ്ട്രെയിറ്റ്. എന്നിട്ട് നേരെ നടക്കണം. ലെഫ്റ്റ് കയറി നേരെ നടക്കണം. ആ ലെഫ്റ്റ് കയറുന്നത് റെയിൽവേ സ്റ്റേഷൻ റോഡാണ്. നേരെ നടക്കുമ്പോൾ ആഫ്റ്റർ അബൌട്ട് 150 meters യു വിൽ സീ യുവർ സ്കൂൾ ഓൺ ദ ലെഫ്റ്റ്. അങ്ങനെ നേരെ നടക്കുമ്പം നേരെ നടന്നൊരു 150 മീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിൻ്റെ സ്കൂൾ നിനക്ക് കാണാൻ പറ്റും. യു വോണ്ട് മിസ് ഇറ്റ്. ദർ ഇസ് ആൻ ഐസ്ക്രീം ഷോപ്പ് അക്രോസ് ദ റോഡ്. നിനക്ക് മിസ്സാവില്ല. അതിൻ്റെ ഓപ്പോസിറ്റ് റോഡിൽ, അതായത് സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഐസ്ക്രീം ഷോപ്പുണ്ട്. ദെൻ മിഴി സെഡ് താങ്ക്സ് ഓഫർലി, ഐ വിൽ ഹാവ് എ ഗോ, ബൈ. എന്നിട്ട് മിഴി താങ്ക് യു പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം, ബൈ എന്ന് പറഞ്ഞു. ഓക്കെ, ലെറ്റ്സ് സീ അനദർ പിക്ചർ. വേ ടു മൈ സ്കൂൾ. സ്കൂളിലേക്കുള്ള വഴി. ദർ യു ക്യാൻ സീ വൺ പിക്ചർ, അല്ലെ, ദാറ്റ് ഇസ് എ മാപ്പ്. സ്കൂളിലേക്കുള്ള ഒരു മാപ്പാണ് കാണിക്കുന്നത്. അപ്പം ഈ ഒരു മാപ്പ്, ഈ ഒരു വഴി മിഴിക്ക് ഇൻസ്ട്രക്റ്റ് ചെയ്ത് കൊടുത്തില്ലേ സാറ്, അതിൻ്റെ ഒരു പിക്ചറാണ് ഈ കാണിക്കുന്നത്. അതിൻ്റെ താഴെ തന്നെ ലെറ്റ് us റീഡ് ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഞാൻ ഈ വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ പിക്ചറിലേക്ക് തന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും എങ്ങനെയാണ് ഈ പോകാനുള്ള വഴി നമ്മൾ ഇൻസ്ട്രക്റ്റ് ചെയ്യുമ്പം യൂസ് ചെയ്യുന്ന വാക്കുകളൊക്കെ. ടു റീച്ച് ടൗൺ മോഡൽ സ്കൂൾ, ഗോ സ്ട്രെയിറ്റ് along beach road for 50 meters. You can spot a big green signboard indicating Tuval Theeram Road. Go 200 meters along Tuval Theeram Road and take a left turn to Anganwadi Road. Continue walking past the post office and the park. Take the first left turn onto Railway Station Road. Walk straight ahead for 150 meters. You will find the school on your left. You won't miss it if you notice the ice cream shop across the road. In the next page, there are two activities. Activity 1, A. Take your pencil, crayons and paper. Let us draw a map connecting your home to your school. Show landmarks on the way like a park, a supermarket, a bank, an Akshaya Kendra and a post office. Let us name the roads too. Use all the bright colors you have to make the map colorful. അതായത് സെയിം ലൈക്ക് ദിസ്. ഈ ലെഫ്റ്റ് സൈഡിലെ പേജിൽ ഒരു മാപ്പ് തന്നിട്ടില്ലേ, അതുപോലെ നിങ്ങൾ സ്കൂളിലേക്കുള്ള വഴി, ഫ്രം ഹോം ടു യുവർ സ്കൂൾ, നമ്മളൊരു റൂട്ട് മാപ്പ് തയ്യാറാക്കാൻ പറയുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഒരു ലാൻഡ് മാർക്സ്, അതായത് ഒരു പാർക്ക്, സൂപ്പർ മാർക്കറ്റ് വേണം, ബാങ്ക്, അക്ഷയ കേന്ദ്ര, പോസ്റ്റ് ഓഫീസ് എന്നിവയെല്ലാം വേണം. പിന്നെ റോഡ്സിനൊക്കെ പേര് വിടണം. നല്ല ബ്രൈറ്റ് കളേഴ്സ് യൂസ് ചെയ്ത് നല്ലൊരു കളർഫുൾ മാപ്പ് തയ്യാറാക്കാനാണ് ഇവിടെ പറയുന്നത്. എല്ലാവരും ചെയ്യുമല്ലോ. ദെൻ റൈറ്റ് എ പാരഗ്രാഫ് ഡിസ്ക്രൈബിങ് ദ വേ ടു സ്കൂൾ ഫ്രം യുവർ ഹോം ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു മാപ്പ് ചെയ്യുന്നില്ലേ, അതിൻ്റെ ഒരു പാരഗ്രാഫ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഈ താഴെ തന്നെ ഈ ഒരു മാപ്പിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലെഫ്റ്റ് സൈഡിൽ ലാസ്റ്റ് അതിൽ തന്നിട്ടില്ലേ, ലെറ്റ് us read the following instructions. അതുപോലെ ഇൻസ്ട്രക്ഷൻസ് ഇത് ഒരു പാരയിൽ എഴുതണമെന്നാണ് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഈ എൻ്റെ പാരഗ്രാഫ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത് ബിയിൽ. അതിൻ്റെ കൂടെ തന്നെ ഗോ അലോങ് ദ സ്ട്രീറ്റ് അൻറ്റിൽ യു റീച്ച് ദ ട്രാഫിക് ലൈറ്റ്, യു വിൽ സീ എ ബാങ്ക് ഓൺ ദ ലെഫ്റ്റ്, ഇറ്റ്സ് അബൌട്ട് 2 kilometers ഫ്രം ഹിയർ, ഗോ അലോങ് ദിസ് റോഡ്, ഗോ സ്ട്രെയിറ്റ്. ഇങ്ങനെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. ഇവയെല്ലാം ഇതിൻ്റെ ഇടയിൽ നമ്മൾ യൂസ് ചെയ്യാനുള്ള വാക്കുകളാണ്. ദെൻ തേർഡ് ആക്ടിവിറ്റി, യുവർ ഫ്രണ്ട് നേഷ്വ മറിയം ഫ്രം UAE decided to visit your home in Kerala. Here is a boarding pass of Neshwa Mariam who arrived at Kochi International Airport from Dubai International Airport. അതായത് ഇതൊരു ബോർഡിംഗ് പാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എയർപോർട്ടിൽ നിന്ന് കിട്ടുന്നതാണ്. പ്ലെയിനിൽ കയറുന്നതിന് ഒരു ടിക്കറ്റ് പോലെയാണ് ബോർഡിംഗ് പാസ്സാണ്. സംഭവം ഇല്ലാതെ നമുക്ക് പ്ലെയിനിൽ കയറാൻ പറ്റില്ല. ആദ്യം നമ്മളൊരു എയർപോർട്ടിൽ കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് ബോർഡിംഗ് പാസ്. അപ്പം
യു എയിൽ നിന്ന് ഒരു ഫ്രണ്ട് കേരളത്തിൽ വരെയാണ്, ഫ്രണ്ടിനെ കാണാൻ വേണ്ടി കേരളത്തിൽ നിന്ന് വരെയാണ്. നേഷ്വ മറിയം എവിടെയാണ് എത്തിയത്? കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ആണ് എത്തിയത്, ദുബായിൽ നിന്ന് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ. അപ്പം ആ നേഷ്വ മറിയത്തിൻ്റെ ബോർഡിംഗ് പാസ്സാണ് ഈ താഴെ കാണിച്ചിരിക്കുന്ന പിക്ചർ. യു ക്യാൻ സീ ദ പാസഞ്ചേഴ്സ് നെയിം. യു ക്യാൻ സീ നേഷ്വ മറിയം അല്ലേ, പാസഞ്ചേഴ്സ് നെയിം യു ക്യാൻ സീ ദെൻ ആസ് നേഷ്വ മറിയം. ദെൻ ബോർഡിംഗ് എയർപോർട്ട്, എവിടെ നിന്നാണ് ബോർഡ് ചെയ്തത്? ഫ്രം എന്ന് പറഞ്ഞാൽ ബോർഡിംഗ് ഫ്രം ദുബായ് അല്ലേ. ദെൻ ഡെസ്റ്റിനേഷൻ വെയർ ടു കൊച്ചി. ദെൻ ഫ്ലൈറ്റ് നമ്പർ ഇസ് റിട്ടൺ ഇൻ ദ സെൻറ്റർ, ഫ്ലൈറ്റ് നമ്പർ ആൻഡ് സീറ്റ് നമ്പർ ഇസ് ഓൾസോ ദെയർ ആൻഡ് ഡിപ്പാച്ചർ ഗേറ്റ് നമ്പർ, ഡിപ്പാച്ചർ ചെയ്യുന്ന ഗേറ്റിൻ്റെ നമ്പറും താഴെ തന്നിട്ടുണ്ട്. എ പാസഞ്ചർ കനോട്ട് എൻ്റർ എ ഫ്ലൈറ്റ് വിത്തൗട്ട് ദ ബോർഡിംഗ് പാസ്. സി ബോർഡിംഗ് പാസ് ഇല്ലാതെ നമുക്ക് ഫ്ലൈറ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റൂല. നെക്സ്റ്റ് പേജ്. ആഫ്റ്റർ ലാൻഡിങ് നേഷ്വ മറിയം വാസ് ഗിവൺ എ ഫോം ടു ബി ഫിൽഡ് അപ്പ്. ലാൻഡ് ചെയ്തതിന് ശേഷം, കൊച്ചിൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തതിന് ശേഷം നേഷ്വ മറിയത്തിന് ഒരു ഫോം ഫില്ലപ്പ് ചെയ്യാനായിട്ട് കൊടുത്തു. ഹെൽപ്പ് ഹർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാനാണ് പറയുന്നത്. യു ക്യാൻ യൂസ് ദ ബോർഡിംഗ് പാസ് ടു ഫിൽ ഇൻ സം ഓഫ് ദ എൻട്രീസ്. ചില സംഭവങ്ങൾ നമ്മൾ ബോർഡിംഗ് പാസ് ഉപയോഗിച്ച് വേണം എൻട്രി ചെയ്യാനുള്ളത്. ദെൻ ദ ഫോം, സെൽഫ് റിപ്പോർട്ടിംഗ് ഫോം. All passengers coming to India are required to fill up this pro forma and submit it at the travelers counter at the exit. അതായത് ഇവിടെ ഇന്ത്യയിലേക്ക് ലാൻഡ് ചെയ്യുന്ന ഏത് പാസഞ്ചർ ആയിരുന്നാലും ട്രാവലേഴ്സ് കൗണ്ടറിൽ ഈ ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം. പേഴ്സണൽ ഇൻഫർമേഷൻ, നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷനാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. നെയിം ഓഫ് ദ പാസഞ്ചർ, നെയിം ടു ബി ഫിൽഡ് അപ്പ്, ദെൻ ഫ്ലൈറ്റ് നമ്പർ, സീറ്റ് നമ്പർ, ഓൾ ദീസ് ആർ റിട്ടൺ ഇൻ ദ എവിടെ ബോർഡിംഗ് പാസിൽ തന്നെ ഉണ്ട് അല്ലേ. ഫ്ലൈറ്റ് നമ്പർ ഉണ്ട്, സീറ്റ് നമ്പർ ഉണ്ട്, ദെൻ ഡേറ്റ് ഓഫ് അറൈവൽ, ദെൻ പോർട്ട് ഓഫ് ഒറിജിൻ ഓഫ് ജേർണി മീൻസ് ഫ്രം വെയർ കെയിം, അതായത് ദുബായിൽ നിന്ന് അല്ലേ. ദെൻ പോർട്ട് ഓഫ് ഫൈനൽ ഡെസ്റ്റിനേഷൻ, എവിടെയാണ് ഫൈനലായിട്ട് വരുന്നത് അതെല്ലാം എഴുതുന്നത്. ദെൻ കോൺടാക്റ്റ് അഡ്രസ് ഇൻ ഇന്ത്യ ഫോർ ഓൾ ട്രാവലേഴ്സ്, അതായത് നാട്ടിൽ വരുമ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്യാനായിട്ടുള്ള കോൺടാക്റ്റ് അഡ്രസ്സ്, ഹൗസ് നമ്പർ, സ്ട്രീറ്റ്, വില്ലേജ്, അങ്ങനെയെല്ലാം ആണ്. ഇതിന് ഡീറ്റെയിൽസ് ഓഫ് കൺട്രീസ് വിസിറ്റഡ് ഇൻ ലാസ്റ്റ് 28 days, ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എഴുതാം, നിങ്ങൾ സെൽഫായിട്ട് ഫില്ലപ്പ് ചെയ്യാം ഇതെല്ലാം. ദെൻ ആർ യു സഫറിങ് ഫ്രം എനി ഓഫ് ദ ഫോളോയിങ് സിംറ്റംസ്, അതായത് എന്തെങ്കിലും അസുഖങ്ങളല്ല, എന്തെങ്കിലും സിംറ്റംസ്, ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടോ? അവിടെ ഒരു പുട്ട ടിക്ക് മാർക്ക് ഓൺ ദാറ്റ്. ഫീവർ എന്ന് വെച്ചാൽ പനി ഉണ്ടോ, ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. കഫ് ഉണ്ടോ, ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. റെസ്പിറേറ്ററി ഡിസ്ട്രസ്, ഇത് ശ്വാസം മുട്ടില്ല, ശ്വാസ തടസ്സം, അതിന് യെസ് അല്ലെങ്കിൽ നോ, ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. ഇതെങ്ങനെയാണ് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് പേജ്. നോട്ട് ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്സ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസസ്. ഇറ്റാലിക്സിൽ എഴുതിയിരിക്കുന്ന കുറച്ച് വേർഡ്സ് കണ്ടിട്ടില്ലേ, അത് നമ്മൾ നോട്ട് ചെയ്യുക. ദ സീ ഹാഡ് ദ സെയിം സെറീൻ അപ്പിയറൻസ് എവ്രിവെയർ. സെറീൻ എന്നുള്ളത് ഇറ്റാലിക്സിലാണ് എഴുതിയിരിക്കുന്നത്. സെറീൻ്റെ അർത്ഥം അറിയില്ലോ, പീസ്ഫുൾ, കാം, ലൈക്ക് ദാറ്റ്. വൺ എക്സ്പീരിയൻസസ് എ കൈൻഡ് ഓഫ് ഹെവൻലി ബ്ലിസ് അറ്റ് ദീസ് ക്വയറ്റ് ബീച്ചസ്. നമ്മുടെ ഈ ചാപ്റ്ററിൽ നിന്നുള്ള തന്നെ വരികയാണ്. Then B. I was able to view the imposing Burj Khalifa, the tallest building in the world. Imposing, ഇതെല്ലാം അർത്ഥം പറഞ്ഞു തന്നിട്ടുണ്ട്. Then some words are used to describe people, places and things. They describe how people, places or things look like, taste, smell or feel. അതായത് ചില വാക്കുകൾ ഡിസ്ക്രൈബ് ചെയ്യാൻ, അതായത് കുറച്ചുകൂടെ അത് രജിസ്റ്റർ ആവാൻ വേണ്ടിയിട്ട് ചില വാക്കുകൾ തന്നിട്ടുണ്ട്. അത് ഒരു സ്ഥലത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടോ വർണ്ണിക്കാനായിട്ടോ അല്ലെങ്കിൽ ആൾക്കാരെ വർണ്ണിക്കാനോ സാധനങ്ങളെയോ ഫുഡോ അങ്ങനെയെല്ലാം നമ്മൾ കുറച്ചുകൂടെ ഇതാകാൻ വേണ്ടിയിട്ട് വാക്കുകൾ തന്നിട്ടുണ്ട്, ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് വാക്കുകൾ തന്നിട്ടുണ്ട്. ഈ നമ്മൾ കണ്ടില്ലേ ഈ സെറീനും ഇമ്പോസിങ്ങും എല്ലാം, അത് നമ്മൾ കുറച്ചും കൂടെ ആ ഒരു ഈ മുകളിലൊരു സെറീൻ ബീച്ചിനെ കുറച്ചും കൂടെ നമുക്കത്
അത് ഇഫക്റ്റീവായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ വർണ്ണിച്ചിരിക്കുന്ന ഈ സെറീൻ എന്നുള്ളൊരു വാക്കിൽ. അതേപോലെ ബുർജ് ഖലീഫ, ഇംപോസിങ് എന്നുള്ള വാക്ക് അതും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു മജസ്റ്റിക് ലുക്കിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു വാക്ക് തന്നിരിക്കുന്നത്. സെയിം ലൈക്ക് ദാറ്റ്, റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ about a place you have recently visited using some of these words. താഴെ ഈ യെല്ലോ ബോക്സിൽ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. ആ വേർഡ്സിൽ ചിലതെല്ലാം യൂസ് ചെയ്തിട്ട് നിങ്ങൾ റീസെൻ്റായിട്ട് വിസിറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലേസിനെ കുറിച്ച് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതണം. So the answer is, last Christmas I visited a resort on a hill station with my family. I haven't seen such a beautiful place before. As the resort was in an isolated location, free from the bustling of city life, I felt very peaceful there. There was a park which was so green and colorful. The resort was not crowded, only a few people were there, and so most of the places were empty. I explored the surroundings. I felt incredibly safe amidst the natural beauty. I hope all of you enjoyed the class. Thank you.